ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഗോതമ്പ് ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കുക്കറിലാണ് ഈ ഒരു ഗോതമ്പ് ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നമുക്ക് കുക്കറിൽ ഉപ്പുമാവ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ നമുക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്, അത് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയും ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് വാർത്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ക്യാരറ്റും സവാളയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വറുത്തെടുക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനപ്പോൾ 1.5 കപ്പ് ഗോതമ്പിലേക്ക് 1.5 കപ്പ് തന്നെയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയാണോ ഗോതമ്പ് എടുക്കുന്നത് ആ ഒരു അളവിൽ കറക്റ്റ് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു ഗോതമ്പ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് നമുക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ 2 വിസിലിന് ശേഷം ആവിയൊക്കെ ഫുള്ളായിട്ട് പോയതിന് ശേഷമാണ് ഞാനിതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, അടിയിലൊന്നും ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല. അതേപോലെ തന്നെ വെള്ളമൊന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഉപ്പുമാവ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഒന്നൊന്നിനോട് ഒട്ടാതെ തന്നെ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉപ്പുമാവ് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മുടെ റോബസ്റ്റ് പഴമൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഉപ്പുമാവ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.